ബംഗാളിലും SIR നടപടികൾ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ബംഗാൾ പോലെ ഒരു സംസ്ഥാനത്ത് SIR നടക്കുമ്പോൾ അതൊരു പൗരത്വ പരിശോധനയായിരിക്കുമെന്ന ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. അത് ശരിവെക്കും വിധമാണ് SIRൻ്റെ അവസാനത്തെ പട്ടിക പുറത്തു വന്നപ്പോൾ 90 ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മുർഷിദാബാദിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലോസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 90 ലക്ഷം ആളുകൾ എങ്ങനെ പുറത്തായി എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മമതാ ബാനർജി ആരോപിക്കുന്നത് അവിടെ ഭരണത്തിൽ കടന്നുകയറാൻ വോട്ടർ പട്ടികയെ വരെ ഉപയോഗിക്കുന്നു BJP എന്ന വലിയ ആക്ഷേപവും ആരോപണവും മമതാ ബാനർജി ഉന്നയിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ SIR ഉപയോഗിച്ചുള്ള വോട്ടർ പട്ടിക ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 90 ലക്ഷത്തോളം പേർ എങ്ങനെ പുറത്തായി എന്ന ചോദ്യം എന്തുത്തരമായിരിക്കും അവിടെ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നത്? എന്താണ് ബംഗാളിലെ സാഹചര്യം എന്നതുകൂടി സംസാരിക്കുകയാണ്. ജിംസ്, എന്ത് തോന്നുന്നു? SIR വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ബംഗാളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ SIR പ്രഖ്യാപിച്ച സമയത്ത് 5 8 5 സംശയമുണ്ട്. കേരളവും ബംഗാളും ഉൾപ്പെടെ. അപ്പോൾ ആ സമയത്ത് ഒക്ടോബറിൽ ഏതാണ്ട് 7.66 കോടി വോട്ടർമാരാണ് ബംഗാളിലുണ്ടായിരുന്നത്. അപ്പോൾ SIR പ്രോസസ്സ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ മൊത്തം ഒഴിവായത് 91 ലക്ഷം പേരാണ്. അതായത് SIRന് ശേഷം പുറത്തിറക്കിയ ഇതിൽ ഈ 91 ലക്ഷം പേര് പറഞ്ഞു ഏതാണ്ട് 1 കോടിയോളം മനുഷ്യരാണ്. 1 കോടിയോളം മനുഷ്യരുടെ വോട്ടില്ലാതാവുക. എന്നിട്ട് തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതി പോവുക. സുപ്രീം കോടതി അതിന് ട്രൈബ്യൂണൽ സെറ്റ് ചെയ്യുക, അവരുടെ ഹിയറിംഗ് നടത്താൻ ആവശ്യപ്പെടുക. അതിനുശേഷം ഏതാണ്ട് 32.68 ലക്ഷം വോട്ടർമാരെ തിരിച്ച് വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു ECക്ക്. ഒന്നാലോചിച്ച് നോക്കും, 32 ലക്ഷം പേര് ഇപ്പോഴും ഏതാണ്ട് കുറേയധികം പേര്, ആ 92 ലക്ഷത്തിൽ ബഹുഭൂരിഭാഗം പേരും ഒരു അസന്നിഗ്ധാവസ്ഥയിലാണ്. ഫ്രീസ് ചെയ്തേക്കാണ് അവർ വോട്ട്. അവർ വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. ഈ മാസം 3rd വീക്കോ മറ്റാണ് ഇലക്ഷൻ നടക്കുക, 2 ഘട്ടമായിട്ട്. അവരുടെ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. അവരെ കൂടി വോട്ട് ചെയ്യിപ്പിക്കണം എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആവശ്യം. ഇന്ന് ഡെറക് ഒബ്രിയാൻ്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ പോയി. അപ്പോൾ ഇന്ന് അവിടെ ഉണ്ടായത് ഭയങ്കര രസകരമായ സംഭവമാണ്. അവിടെ നടന്നതിനെപ്പറ്റി ഡെറക് ഒബ്രിയാൻ പറയുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഇവർ പറഞ്ഞത് SIRനെ പറ്റിയല്ല അവർ ഉന്നയിച്ച കംപ്ലയിൻറ്റ്. അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായിട്ട് നിയോഗിച്ചിട്ടുള്ള ആളുകളിൽ ബഹുഭൂരിഭാഗവും BJPയുമായി ബന്ധമുള്ളവരാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം എന്ന് ഡെറക് ഒബ്രിയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് ജ്ഞാനേഷ് കുമാർ, ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞു. ഡെറക് ഒബ്രിയാൻ പുറത്തു വന്നിട്ട് പറയുന്നത് എന്നോട് ഗെറ്റ് ലോസ്റ്റ് എന്നാണ്. ഹിന്ദിയിൽ എന്താ പറയുന്നത്? നിക്കൽ ജാവോ യഹാസെ, അങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് ഹിന്ദി അറിയില്ല. അപ്പോൾ അവരിറങ്ങി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതാണ് അവിടെ സംഭവിച്ചത്, ഞങ്ങളെ ഇറക്കി വിട്ടു, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, ഞങ്ങളെ ഇറക്കി വിട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണ്? അവരവിടെ വന്നിട്ട് ഷൗട്ട് ചെയ്തപ്പോൾ ഡെക്കോറം കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതിന് തൊട്ടുടനെ, അതായത് ഡെറക് ഒബ്രിയാൻ മാധ്യമങ്ങൾ കണ്ട് തൊട്ടുടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ Xൽ ഒരു പോസ്റ്റ് ഇട്ടേക്കാണ്. അതാണ് ഭയങ്കര രസം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് 3 അംഗങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോ. അതിന് മുകളിൽ ഹിന്ദിയിൽ എഴുതിയേക്കാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും: ഞങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസിനോട് ഡയറക്റ്റായിട്ട് സംസാരിക്കാനുള്ള ഇതാണ്. ബംഗാളിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കും. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിപ്പോൾ BJP അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസോ CPMോ തൃണമൂൽ കോൺഗ്രസിനോട് സംസാരിക്കുന്ന ഭാഷയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസിനോട് ഡയറക്റ്റായിട്ട് സംസാരിക്കാനുള്ള ഇതാണ്. അവിടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കും, അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല, അവിടെ അടിപൊളിയായിരിക്കും. അത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൃണമൂൽ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നത്? അങ്ങനെയാണോ അതിൻ്റെ രീതി? അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ഏറ്റവും മോശം നിലവാരത്തിലേക്ക് പോയതിൻ്റെ ഒരു സൂചനയാണെന്ന് അവരുടെ ട്വീറ്റ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ചെയ്യില്ല. അവരുടെ ഭാഷ അങ്ങനെയല്ല. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന നിലയിൽ അത് രാഷ്ട്രീയ പാർട്ടികളെ അഭിസംബോധന ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ഒരു കോടതി അല്ലെങ്കിൽ മറ്റൊരു പാർലമെൻറ്റ് സംവിധാനം, എക്സിക്യൂട്ടീവ്, ഇതൊക്കെ എങ്ങനെയാണോ മറ്റുള്ളവർ അഭിസംബോധന അങ്ങനെ ചെയ്യാവുള്ളൂ. ഇത് ഒരു വ്യക്തി എന്താണ് തൃണമൂൽ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസിനോട് പറയാനുള്ള ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വളരെ ഇപ്പോൾ ഈ രാവിലെ 10 മണിക്ക് പറ്റാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഇന്നതൊരു വലിയ ഡിബേറ്റാണ് നാഷണൽ മീഡിയയിൽ. ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നപ്പോൾ ഭരണഘടനാ വിദഗ്ധരുൾപ്പെടെ ഇതിനെങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. ഇത്രയും നിലവാരം താഴ്ന്ന അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡിബേറ്റ് പോയിന്റ്. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 2021 ഇതിലും വലിയൊരു ഫൈറ്റാണ് BJP തൃണമൂൽ കോൺഗ്രസ് നടന്നത്. അപ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് പണ്ഡിറ്റുകൾ എല്ലാം പ്രവചിച്ചെന്താണ് BJP കുറി കയറി വരും, കാരണം അവരുടെ ഒരു ടാർഗറ്റ് പോയിൻ്റാണ് ബംഗാൾ, ഇത്തവണ അവർ ഭരണം പിടിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ വൻ ഭൂരിപക്ഷത്തിലാണ് മമതാ ബാനർജി ഭരണത്തിൽ തിരിച്ചെത്തിയത്. ഇക്കുറിയും മമത ഇതേ സെൻറ്റിമെൻറ്റ്സിനെ തന്നെയാണ് സെല്ല് ചെയ്യാൻ നോക്കുന്നത്. ഇതേ പ്രശ്നം. അത് ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ,
മറുവശത്ത് BJP നിങ്ങളുടെ വോട്ട് കളയുന്നു, നിങ്ങളുടെ വോട്ടില്ലാതാക്കുന്നു, ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന വോട്ടുകൾ, നിങ്ങളിൽ പലർക്കും വോട്ട് ചെയ്യാൻ കഴിയാത്തത് എനിക്ക് മനോവേദന ഉണ്ടാക്കുന്നു. ആ ഒരു തിയേട്രിക്സിൽ മമതാ ബാനർജിയെ തോൽപ്പിക്കാൻ BJPക്കോ നരേന്ദ്രമോദിക്ക് പോലും കഴിയില്ല ബംഗാളിൽ എന്നുള്ളതാണ് സത്യം. കാരണം അത്രയധികം ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയ്ക്ക് നിറയെ സ്ത്രീകളുള്ള സദസ്സുള്ളൊരു വേദിയിൽ മമതാ ബാനർജി സ്റ്റേജിൽ ഓടി നടന്ന് പ്രസംഗിക്കുകയാണ്. എന്നിട്ട് അവർ പ്രസംഗിക്കുന്ന ഗ്രാമീണരായ ബംഗാളി സ്ത്രീകളാണ്. അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ടെലിപ്രോംപ്റ്റർ. ടെലിപ്രോംപ്റ്റർ എന്താണെന്ന് വിശദീകരിക്കുക. ടെലിപ്രോംപ്റ്റർ ഇങ്ങനെ വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ അത് എഴുതി കാണിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇത് എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന ആൾ ഇങ്ങോട്ടും നോക്കി പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ടെലിപ്രോംപ്റ്റർ എന്നതാണ്. അവിടെ വളരെ ചെറിയ കട്ടി കുറഞ്ഞ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതാണ് ടെലിപ്രോംപ്റ്റർ. ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുകൂടി ചോദിക്കുകയാണ്. അമ്മാതിരി തിയേറ്ററിക്സാണ് അവർ നടന്നത്. അതുകൊണ്ട് 2021 ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്തൊക്കെ പ്രവർത്തനം ഉണ്ടെങ്കിൽ ഇപ്പോൾ 32 ലക്ഷം വോട്ടുകൾ തിരികെ റീസ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, കുറേയധികം ഫ്രീസ് ആയിട്ടുണ്ട്, എങ്കിൽ പോലും അവർ അധികാരത്തിൽ തിരിച്ചു വരുമെന്നാണ് ഇപ്പോഴത്തുള്ള ഒരു പൾസിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. സാഹിബ്, ഒരു ഫെയർ റിവിഷൻ നടന്നാൽ എങ്ങനെയാണ് ഒരു 90 ലക്ഷത്തോളം പേരൊക്കെ പട്ടികയിൽ നിന്ന് പുറത്താകാനുള്ളൊരു സാഹചര്യം എന്താ ബംഗാളിലുള്ളത്? അല്ല, അത് പറഞ്ഞല്ലോ, ഈ പ്രോസസ്സ് നടത്തി തന്നെ എന്തിനാണ്? അടിസ്ഥാനപരമായിട്ട് ഒരു പ്രിൻസിപ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബംഗാളിൽ വലിയ തോതിൽ ഗുസ്പേട്ടുകളുണ്ട്. വലിയ തോതിൽ ബംഗാളിലുള്ള ഏതാണ്ട് എല്ലാ മുസ്ലിങ്ങളും ഗുസ്പേട്ടുകളാണ്. എന്താണ്, നുഴഞ്ഞു കയറ്റക്കാരാണെന്നുള്ളതാണ് BJPയുടെ അടിസ്ഥാനം, ബംഗാളിനെ കുറിച്ചുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി. മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കാൻ വന്നിട്ടുള്ള ബംഗാളികളായിട്ടുള്ള ലുങ്കി ഉടുത്ത മനുഷ്യന്മാരെ പിടിച്ച് ബോർഡർ കടത്തിയിട്ടുള്ള ബംഗ്ലാദേശിലേക്ക് ബോർഡർ കടത്തിയിട്ടുള്ള അനുഭവങ്ങൾ വരെയുണ്ട്. അപ്പോൾ ബംഗാളിലെ മുസ്ലിങ്ങൾ, അങ്ങനെ തന്നെ പറയാം, ബംഗാളിലെ മുസ്ലിങ്ങൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരാണ്. അവരൊക്കെ അന്യായമായി വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയിരിക്കുകയാണ്. അവന്മാരൊക്കെ ഒഴിവാക്കണം. ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള നയം എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അതിനെതിരെ ഒരുപക്ഷെ ഇന്ത്യയിൽ എവിടെയും കാണാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രതിരോധം തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ സ്വീകരിച്ചു. ആ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മളെ കൺവെൻഷനലായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് നടത്തുന്ന പ്രതിരോധം മാതിരിയായിരുന്നില്ല. പലപ്പോഴും നിയമം കയ്യിലെടുക്കുന്ന രീതിയിൽ വരെ ആയിട്ടുണ്ട്. നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരെ തടയുന്ന, ഘെരാവോ ചെയ്യുന്ന, ഇലക്ഷൻ കമ്മീഷൻ ഒരു ഓഫീസിൽ വന്നിട്ട് ED ഇവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി ഓഫീസിൽ വന്നിട്ട് പരിശോധന നടത്താൻ മുഖ്യമന്ത്രിയാണ് നേരിട്ട് ഓടി വന്നിട്ട് അവിടെ നിന്നെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരോട് നമ്മുടെ സാധാരണ മട്ടിലുള്ള രാഷ്ട്രീയ പ്രതിരോധം, അല്ല നമുക്കിന്ന് വൈകുന്നേരം ഒരു ധർണ നടത്തിക്കളയാം, മറ്റന്നാളൊരു സെമിനാർ നടത്തിക്കളയാം എന്ന മട്ടിലല്ല, തെരുവിൽ ജനങ്ങളെ അണിനിരത്തി, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് തെരുവിലിറങ്ങി വന്ന് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന് ഇവിടെ ഡയമണ്ട് ഹാർബറിലാന്ന് തോന്നുന്നു, ഒരു റാലിയിൽ അവർ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, എന്താണ്, മുറിവേറ്റ കടുവ സാധാരണ കടുവയേക്കാൾ മാരകമായിരിക്കും കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മുറിവേറ്റ കടുവയാണ്, ഒരു നോർമൽ ടൈഗറിനേക്കാൾ ഭീകരമായിരിക്കും ഒരു വൂണ്ടഡ് ടൈഗർ എന്നുള്ളത് അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന സന്ദേശം, അജിംസ് പറഞ്ഞ ഈ ബംഗാളി അസ്മിത എന്ന് പറയുന്ന ബംഗാളികൾ, നമ്മുടെ ബംഗാളി സ്വത്വത്തെ ഡൽഹിയിൽ നിന്നുള്ള ഈ ഗോസായിമാർ അവരാക്രമിക്കുകയാണ്, തകർക്കുകയാണ്, അത് അനുവദിക്കരുത് എന്ന ഒരു സന്ദേശം ഈ ബംഗാളി ഐഡൻറ്റിറ്റിയിലേക്ക് കൊടുക്കുകയാണ് അവർ ചെയ്തത്. ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര സർക്കാരും ഒരു കണക്കിന് സുപ്രീം കോടതിയും പരമാവധി ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിന്നു. ഇപ്പുറത്ത് അസാധാരണമായ, നമ്മൾ കാണാത്ത തരത്തിലുള്ള, പലപ്പോഴും നമ്മുടെ കൺവെൻഷൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ നിയമത്തിനതീതമായി, നിയമത്തിനെയും മറികടക്കുന്ന സ്വഭാവത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ഇതെന്താണ് കാണിക്കുന്നത്? ഇപ്പം 91 ലക്ഷം പേർ മാറ്റി നിർത്തപ്പെട്ടു. ഈ മനുഷ്യർ 91 ലക്ഷം മനുഷ്യരെ അവരെ തെരുവിൽ അണിനിരത്തുകയാണെന്ന് വിചാരിക്കുക. അത് സൃഷ്ടിക്കുന്ന ആഘാതം എന്തായിരിക്കും? അത് നിസ്സാര കാര്യമല്ല. നിലവിലൊരു സാഹചര്യം വെച്ച് മമതാ ബാനർജിയെ തൃണമൂൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് സാധ്യത. അവിടെ നിന്നുള്ള വിശകലനം എങ്ങനെയാണ്? ആ നിലക്ക് എന്താണ് വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്നിപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ട്വീറ്റിനെ കുറിച്ച് അജിംസ് പറഞ്ഞില്ലേ, അതിലൊരു തമാശ എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ബംഗാളിൽ എന്താണ് ഫ്രീ ആൻഡ് ഫെയർ, എന്താണ് ബൂത്ത് പിടുത്തമില്ലാത്ത സ്വതന്ത്രമായ ഫെയർ ആയിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണെന്ന് ആരാ പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതുവരെ നടന്നതൊക്കെ എന്താ? അപ്പോൾ ഇവന്മാർ എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത്രയും കാലം ബംഗാളിൽ നടന്നതൊക്കെ തല്ലിപ്പൊളി തെരഞ്ഞെടുപ്പായിരുന്നു. ദാണ്ടെ ഞങ്ങൾ വരുന്നു, പടമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വരുന്നു, തൃണമൂൽ സ്ട്രേറ്റ് ടോക്ക് ടു തൃണമൂൽ കോൺഗ്രസ്, ഞങ്ങൾ ആദ്യമായിട്ട് ബംഗാളിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകണം. ഇത് ശരിക്കും ഒരു ജനതയോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഞാൻ പറയുന്നത് ഇതിനൊക്കെ ശേഷം ബംഗാളിൽ BJP ആണല്ലോ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത്. CPM ഒന്നും ചിത്രത്തിലേ ഇല്ല. BJP ജയിക്കുകയാണെന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവർ വിടുമെന്നാണ് വിചാരിക്കുന്നത്?
തൃണമൂൽ കോൺഗ്രസ്സിലെ മമതാ ബാനർജി ഇത് അനുവദിക്കുമെന്നാണ് വിചാരിക്കുന്നത്. BJP ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഒരു വെൽ ഓർക്കസ്ട്രേറ്റഡ് കൂ ആണ്, അട്ടിമറിയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കും. അത് സ്ഥാപിക്കാൻ മമതാ ബാനർജി കഴിയും. ആ ഒരൊറ്റ കാര്യത്തിൽ ജനങ്ങൾ അണിനിരത്താനും തെരുവുകൾ കൈയടക്കാൻ അവർക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ അരാജകമായ ഒരു സംവിധാനത്തിലേക്ക് ആ സംസ്ഥാനം എടുത്തെറിയപ്പെടുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന റിസൾട്ടുകൾ തരുന്ന തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റ് പല രാജ്യങ്ങൾക്കും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവനും തോറ്റവനും ഒരേപോലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ മാനിക്കുന്ന ഒരു രാജ്യം എന്നുള്ളതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അതാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഏത് തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും തോറ്റവൻ വിജയിച്ചവനെ സല്യൂട്ട് ചെയ്യുന്ന, അയാളെ അഭിനന്ദിക്കുന്ന സംസ്കാരമാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഓരോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴും ആളുകൾക്ക് സംശയം ഉണ്ടാവുകയാണ്. അപ്പം തൃണമൂൽ കോൺഗ്രസ് വെസ്റ്റ് ബംഗാളിൽ ഈ പറയുന്ന എക്സസൈസ് എല്ലാം നടത്തി BJP അധികാരത്തിൽ വരികയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊരു സ്റ്റോളൻ ഇലക്ഷനാണ്, സ്റ്റോളൻ റിസൾട്ടാണ് എന്ന ധാരണ നിശ്ചയമായും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അവരെ മമതാ ബാനർജി സംഘടിപ്പിക്കും. അവരെ പോലെ സ്ട്രീറ്റ് പവറുള്ള ഒരു പൊളിറ്റീഷ്യൻ ഇന്ത്യയിൽ എവിടെയില്ല നമുക്കറിയാം. അത് അരാജകമായൊരു അവസ്ഥ സംസ്ഥാനത്ത് കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംവിധാനത്തെ തന്നെ തകർക്കുന്ന ഏർപ്പാടാണ് സംവിധാനത്തിന് കാവലിരിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനെ പോലെയുള്ള സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.